ആ അമ്മേ, നീ ഇങ്ങോട്ട് വരുന്നില്ലേ? അമ്മ ഇത് വിറ്റ് തീരാണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റൂല. അതെന്താ? ബോണസ് കിട്ടാണ്ട് എങ്ങനെയാ? ആ മാനേജർ സമ്മതിക്കത്തുമില്ല. അമ്മ എന്താ ഈ പറയുന്നത്? 3-4 ലക്ഷം രൂപ മുടക്കി ഓണം ആഘോഷിക്കാൻ നാട്ടിൽ വരാൻ. ആ പൈസ കൊണ്ട് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമെന്നറിയോ? പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്ത് തരാം. അമ്മ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേ. ആ അമ്മ പിന്നെ വിളിക്കാം മോനെ. ശരി, ഓക്കെ. എന്താ മോളെ? ഹാപ്പി ഓണം അമ്മേ. അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല? ഇല്ല. എന്താ മോള് വന്നേ? അതെ, ഒറ്റയ്ക്കായ അമ്മമാർക്ക് വേണ്ടിട്ട് ഞങ്ങളുടെ കമ്പനി ഈ ഓണത്തിന് വേണ്ടിട്ട് ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരാം. വേണ്ട മോളെ, ഒന്നും വേണ്ട. അങ്ങനെ പറയല്ലേ അമ്മേ. അമ്മ ഇതൊന്ന് കണ്ടോക്കെ, അമ്മയ്ക്ക് കൂത്തി വരും. ദേ, സാധാരണ വീടുകളിലെ പോലെ നമ്മൾ ഈ കെമിക്കൽ മിക്സ് ചെയ്ത ചന്ദനത്തിരി ഉപയോഗിച്ച് അസുഖം വരുത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്ന് കുത്തി അമ്മ ഒന്ന് സ്വിച്ച് ഇട്ട് നോക്കിക്കേ, ഇഷ്ടപ്പെടും, ഉറപ്പാ. അപ്പൊ പവർ കട്ട് വന്നാ എന്ത് ചെയ്യും? ഇത്ര വലിയ വീടുള്ളപ്പോ ഒരു ഇൻവെർട്ടർ പോലും അമ്മയ്ക്കില്ലേ? ദേ, 499 രൂപയാണ് എന്റെ വില. അമ്മ എനിക്ക് 399 രൂപ തന്നാ മതി. ദേ, ഒരെണ്ണം എടുക്കാം, നോക്കിക്കോ. വേണ്ട മോളെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ളത് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ എനിക്ക് എൻ്റെ മോൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടത് മോളുടെ കയ്യിൽ ഉണ്ടാവില്ല. മോള് ഇതെടുത്തിട്ട് പോവാൻ നോക്ക്. മോളെ, മോള് വല്ലതും കഴിച്ചായിരുന്നോ? ചൂടോടെ കഴിച്ച് ഉപ്പുണ്ടാക്കിയതാ. എടുക്ക്. അമ്മ ശരിക്കും കൊള്ളാം. പക്ഷെ എന്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലോ ഈ ടേസ്റ്റ് കിട്ടൂല. അതേ എണ്ണയുടെ ആയിരിക്കും. ഇത് മോൾ എത്ര ആണെങ്കിലും കഴിച്ചോ? അമ്മ ശരിക്കും ആ ഇലക്ട്രിക് ചന്ദനത്തിരിക്ക് 399 രൂപയുള്ളൂ. ഗതികേട് കൊണ്ടാ. ഇത് വിറ്റ് തരാൻ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റൂല. അച്ഛനും അമ്മയും ഞാൻ ചെല്ലാണ്ട് ഓണം ആഘോഷിക്കില്ല. അതുകൊണ്ടാട്ടെ. ടാർജറ്റിന്റെ കാര്യമല്ലേ, ഞാൻ കുറച്ച് സാധനം മേടിക്കാം. മോളിപ്പോൾ ഇത് കഴിക്കി. മക്കളോടൊപ്പം ആഘോഷിക്കാൻ എല്ലാ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവും. അതെല്ലാവരെക്കാളും കൂടുതൽ എനിക്ക് മനസ്സിലാവും.